ഹായ്, ഇന്ന് നമ്മൾ അടിപൊളി നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്നാണ് നോക്കാൻ പോണത്. ഒരു ട്രഡീഷണൽ രീതിയിലുള്ള നെയ്യപ്പമാണ്. സാധാരണ നെയ്യപ്പം എല്ലാവരും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്, പക്ഷേ ചെറിയ ചെറിയ ടിപ്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും സോഫ്റ്റായിട്ട് നല്ല അടിപൊളി നെയ്യപ്പം എളുപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് 6 മണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്തിട്ടിട്ടുള്ള അരിയാണ്. വെള്ളം നന്നായിട്ട് വാർത്ത് കളഞ്ഞതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാൻ. 6 മണിക്കൂർ തന്നെ കുതിർത്തിടണം. 2-3 മണിക്കൂർ കുതിർത്തിട്ടാലും അരയ്ക്കാൻ പറ്റും, പക്ഷേ 6 മണിക്കൂറൊക്കെ കുതിർത്താലേ നല്ല സോഫ്റ്റായ നെയ്യപ്പം നമുക്ക് കിട്ടുള്ളൂ. വെള്ളം നന്നായിട്ട് വാർത്ത് കളയുക, അല്ലെങ്കിൽ ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ വെള്ളം കൂടിപ്പോവും. ഇനി നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കുകയാണ്. ശർക്കരപ്പാനി ശ്രദ്ധിക്കേണ്ടത് നല്ല ചൂടുള്ള ശർക്കരപ്പാനി ആവണം. പക്ഷേ കൈയിട്ടാൽ ഇങ്ങനെ പൊള്ളാത്ത രീതിയിൽ, എന്നാൽ നല്ല ചൂടുള്ളതും ആവണം. ആ രീതിയിലുള്ള ശർക്കരപ്പാനിയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലിട്ടിട്ടാണ് അരയ്ക്കുന്നത്. വേറെ വെള്ളം നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. 1.5 കപ്പ് അരിയിലേക്ക് ഒരു 5 ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ശർക്കര ഇങ്ങനെ കട്ടകളായിട്ട് വാങ്ങിക്കൂലേ, അത് 5 എണ്ണം, 1.5 കപ്പ് അരി. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ ഒരുപാട് ലൂസായ പോലെ തോന്നും. ഇത്ര ലൂസാവാൻ പാടില്ല നെയ്യപ്പത്തിന്. പക്ഷേ നമ്മൾ നല്ല ചൂടോടുകൂടിയാണല്ലോ ശർക്കരപ്പാനി ഒഴിച്ചത്, അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഒന്ന് തിക്കായിക്കോളും. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക. അരച്ച് വരുമ്പോൾ നമ്മളിങ്ങനെ കൈ വെച്ചിട്ട്, വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഇതാക്കി നോക്കുമ്പോൾ നല്ല തരികൾ ഉണ്ടാവണം, പുട്ടിനൊക്കെ ഉള്ളതുപോലെ. അതുകൊണ്ട് അങ്ങനെ ആകുമ്പോഴേ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ വരെയൊക്കെ ആവാം. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക. മൈദപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടി എളുപ്പം. എഗ് ബീറ്റർ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടിച്ചാലും നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു എഫക്റ്റ് കിട്ടും. ഞാൻ എന്തായാലും ഇപ്പോൾ എഗ് ബീറ്ററൊന്നും യൂസ് ചെയ്തിട്ടില്ല. സാധാരണ സ്പൂൺ വെച്ചിട്ട് തന്നെ നല്ല സ്പീഡിൽ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അളവുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. 1.5 കപ്പ് അരിയിലേക്ക് ഞാൻ 5 ശർക്കരയാണ് എടുത്തത്. സാധാരണ നമ്മൾ കടയിൽ നിന്ന് ശർക്കര വാങ്ങിക്കുമ്പോൾ പിന്നെ കട്ടകളായിട്ടല്ലേ കിട്ടുക. അത് 5 എണ്ണം എടുത്തു. അതിനൊരു കറക്റ്റ് ഒരു തൂക്കം ഞാൻ നോക്കിയിട്ടില്ല. നമ്മൾ 1 കിലോക്ക് ഒരുമിച്ച് വാങ്ങിക്കണമല്ലേ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഇപ്പോൾ 1.5 ടേബിൾ സ്പൂൺ മൈദയും കൂടിയും ചേർത്തത് കൊണ്ട് കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു 6 മണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 6 മണിക്കൂർ കുതിർത്ത അരിയാണ്. 6 മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുകയാണ്. ഇതപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണുള്ളത്. ഒന്നുകൂടി തിക്കായിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല ചൂടുള്ള ശർക്കരപ്പാവിലാണ് അരച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാനിപ്പോൾ കുറച്ച് എള്ള് ചേർക്കുന്നുണ്ട്. അതുപോലെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ചെറിയ ജീരകം പൊടിക്കാതെ തന്നെ ചേർക്കാവുന്നതാണ്. തേങ്ങാക്കൊത്ത് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം, എള്ള് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ എള്ള് ചേർത്ത് കുറച്ച്. അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇപ്പോൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ കറക്റ്റ് ചൂടായോ എന്നൊന്ന് നോക്കുകയാണ് ഞാൻ. ചെറുതായിട്ട് മാവിൻ്റെ തുള്ളി ഒന്ന് ഉറ്റിച്ച് നോക്കി. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ മാവ് നല്ല എണ്ണ കറക്റ്റ് ചൂടായി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എടുത്ത് മാറ്റുകയാണ്. അതിന് ശേഷം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. ഓരോ തവിയായിട്ട് മാവ് ഇങ്ങനെ കോരി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് മാവ് കോരി ഒഴിച്ചിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നന്നായിട്ട് ഇതാ പൊങ്ങി വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ നെയ്യപ്പമൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒരെണ്ണം കുറച്ച് പ്രശ്നം ഉണ്ടാവും, കാരണം ചൂട് കറക്റ്റ് ആവാത്തതുകൊണ്ട്. ഇവിടെ പക്ഷേ അങ്ങനെ ഉണ്ടായിട്ടില്ല. എന്നാലും ആദ്യത്തെ ഒരെണ്ണം കേടായാലും പ്രശ്നമാക്കേണ്ട, രണ്ടാമത്തെ മൂന്നാമത്തെയൊക്കെ കറക്റ്റ് ആയിക്കോളും. നമ്മുടെ ഇത് കറക്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഓരോ തവണ മാവ് കോരി ഒഴിക്കുമ്പോഴും ചെറിയ ചെറിയ ബോൾസ് അതിൽ കിടക്കും. അപ്പോൾ അത് ഈ അപ്പം എടുത്ത് മാറ്റുമ്പോൾ തന്നെ ആ ബോൾസും എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ അടുത്തത് ഒഴിക്കുമ്പോൾ ആ ബോൾസ് അതിന്മേൽ തട്ടിയിട്ട് അപ്പം കേടായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചു വിട്ടു. പൊങ്ങി വരുമ്പോഴാണ് തിരിച്ചിടുക. തിരിച്ചിട്ട് 2 സൈഡും ഒരുപോലെ വേവിച്ച് എടുത്തിട്ടുണ്ട്. അടുത്തതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. 2-3 എണ്ണം ഞാൻ ഒഴിച്ച് കാണിക്കുന്നുള്ളൂ. അതെല്ലാവർക്കും അറിയണ തന്നെയായിരിക്കും. ഈ മാവ് ഉണ്ടാക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ശർക്കരയുടെ അളവ്, അതുപോലെ ശർക്കരപ്പാവിൻ്റെ ചൂട്.
വേറെ നമ്മൾ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കണ്ട. ഈ 10 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു ഇത്രയും സോഫ്റ്റായിട്ട് കിട്ടാനുള്ളൊരു ടിപ്പ്. നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ മുകളിലേക്ക് എണ്ണയുടെ മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഓരോന്നും കണ്ടോ, സൈഡൊക്കെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വലുതായിട്ട് വേണം എന്നുള്ളവർക്ക് വലുതായിട്ട് ഒഴിക്കാം. കുറച്ച് വലിയ തവി എടുത്തിട്ട് കൂടുതൽ മാവ് ഒഴിക്കാം. ഞാനിപ്പോൾ ഒരുപാട് വലുപ്പത്തിൽ ചെയ്തിട്ടില്ല. ഒരു സാധാരണ നെയ്യപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് ഏകദേശം ഈ വലുപ്പം തന്നെയാണ് ഉണ്ടാവുക. വേണമെന്നുണ്ടെങ്കിൽ ചുക്ക് പൊടിച്ചതോ അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതോ ഒക്കെ ചേർക്കാം. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്ലേവർ കൂട്ടാനും ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയൊക്കെ ഇഷ്ടമുള്ള പോലെ ചെയ്യാം. പക്ഷേ നമ്മളിതിങ്ങനെ സോഫ്റ്റായി വരാനോ അല്ലെങ്കിൽ പൊങ്ങി വരാനോ വേണ്ടിയിട്ട് പ്രിസർവേറ്റീവ്സോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പോലത്തെ ഒരു സംഭവം ചേർക്കേണ്ട ആവശ്യമില്ല. ശരിക്കും നമ്മളൊരു 10 മിനിറ്റ് സമയം ആ സ്പൂൺ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കണ്ടോ, നമ്മുടെ അടിപൊളി നെയ്യപ്പം റെഡിയായി. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്